മങ്കി മാൻ ദേവ് പട്ടേൽ ഡെബ്യൂ ഡയറക്ടറായിട്ടുള്ള സിനിമയാണ്. ഇതൊരു ഹോളിവുഡ് സിനിമയാണെങ്കിലും ഇതിനകത്തെ സ്റ്റോറി പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചും ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെയാണ്. പക്ഷേ ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിലും ഇത് ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഈ ഒരു സിനിമ എന്തായാലും റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനിത് പോയി കണ്ടേനെ. കാരണം ഇതിൻ്റെ ട്രെയിലർ അത്രയധികം എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവ് പട്ടേൽ എന്ന ആക്ടർ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ സിനിമ കണ്ടാൽ മതി. ദ ഗ്രീൻ നൈറ്റ്. ആ ഒരു സിനിമയിലെ ആ ഒരു ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് വേറെ റേഞ്ച് സാധനം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ടർ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ത് ആണ് എന്നറിയാനായിട്ട് എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു ട്രെയിലർ കണ്ട സമയത്ത് ഒരു ത്രില്ലറായിരിക്കും, ഒരു ആക്ഷൻ ഫാക്ടറുള്ള സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അന്നേ ഇത് ഭയങ്കരമായിട്ട് കാണാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഇത് HBO Maxൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. OTTയിലാണ് സിനിമ കണ്ടത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ജോൺ വിക്ക് ലെവൽ ആക്ഷൻ സീക്വൻസൊക്കെ ഉള്ള അത്രയും നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരു സ്റ്റോറിയുള്ള, പ്രത്യേകിച്ച് ഇന്ത്യൻ ബേസ്ഡ് സ്റ്റോറിയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി തുടങ്ങുന്നത് വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഒന്ന് ആക്ഷനൊക്കെ തന്നിട്ട് വീണ്ടും ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ലാഗ് ആക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ഫുൾ ആക്ഷൻ പാക്ഡായിട്ട് ഫുൾ ആക്ഷനായിട്ട് ഫുൾ ഇങ്ങനെ ബ്ലഡ് ബാത്ത് തരുന്ന ഒരു നമുക്ക് എന്താണോ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ക്ലൈമാക്സ് അങ്ങനെ കൊണ്ടു നിർത്തുന്ന സിനിമയാണ്. അപ്പം ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവഞ്ച് ആക്ഷനൊക്കെയാണ്. അപ്പം ഇതിനകത്ത് റിവഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഗ്രാമത്തെ നശിപ്പിച്ച കുറേ ആളുകൾക്കെതിരെയുള്ള ഒരു റിവഞ്ച്. അപ്പം ഇതിനകത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്. മറ്റേ ആൾദൈവം പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒക്കെ വളരെ ടീസ് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് എങ്ങനെയാണ് പോകുന്നത് മൊത്തം ഇൻഡയറക്റ്റ്ലിയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതല്ല ഈ ഒരു സിനിമയ്ക്കകത്ത്, അതായത് ഈ ഒരു ഇത്രയും ആക്ഷൻ പാക്ഡുള്ള സിനിമയ്ക്കകത്ത് ഇത്രയധികം കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ പ്ലാൻഡായിട്ട് സ്റ്റോറി ബിൽഡ് ചെയ്ത് വളരെ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറിയെ പറഞ്ഞു പോകുന്നത്. തുടക്കത്തിൽ ആരാണ് നായകൻ, എന്താണ് നായകൻ്റെ സിറ്റുവേഷൻ, നായകൻ എവിടെ നിന്നാണ് വന്നത് അത് പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് നായകൻ്റെ പാസ്റ്റ് കാണിച്ചു പോകുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സീൻ കോമ്പിനേഷൻ വളരെ രസകരമായിട്ടാണ്. ചില സീനിൽ പാസ്റ്റും ഫ്യൂച്ചറിനോടെ പാസ്റ്റും പ്രസൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് കാണിച്ചു പോകുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ആക്ഷൻ സീക്വൻസുകളാണ്. അത് ഹോളിവുഡ് സിനിമയാണെങ്കിൽ ചില സീനുകളൊക്കെ കാണുമ്പോൾ ക്രിഞ്ച് അടിക്കാറുണ്ട് ചില ആക്ഷൻ സീക്വൻസുകൾ. പക്ഷേ ഇതിനകത്ത് ഒരു ആക്ഷൻ സീക്വൻസുകളും ക്രിഞ്ച് അടിപ്പിക്കുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻ സീക്വൻസാണ്. അതേപോലെ തന്നെ നായകൻ്റെ, അതായത് ദേവ് പട്ടേലിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡി, വെൽ ബാലൻസായിട്ട് വർക്കൗട്ട് ചെയ്ത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല സെറ്റായിട്ടുള്ള ബോഡി. എന്താണോ ആ ഒരു ക്യാരക്ടർ നായകൻ അല്ലെങ്കിൽ നടനോട് ആവശ്യപ്പെടുന്നത് അതിനുള്ള ഫുൾ ഔട്ട്പുട്ട്, അതായത് 100% ഔട്ട്പുട്ട് ഈ ഒരു ക്യാരക്ടറിന് ദേവ് പട്ടേൽ കൊടുത്തിട്ടുണ്ട്. സ്വന്തം സിനിമയാണ്, അപ്പം എന്താണ് ആ ഒരു നായകന് വേണ്ടതെന്ന് പുള്ളിക്ക് അറിയാമല്ലോ. അപ്പം അത് ഫുള്ളായിട്ട് കൊടുക്കാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് നായികയ്ക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇതൊരു നായകൻ ഓറിയൻറ്റഡ് സിനിമയാണ്. അതായത് നായകൻ മങ്കി മാൻ ആണ് ഈ ഒരു സിനിമയ്ക്ക് അത് ഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പം മങ്കി മാൻ എന്ന് പറയുമ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ പുരാണത്തിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹനുമാൻ എന്ന് പറയും. അപ്പം ഹനുമാൻ ഈ ഒരു സിനിമയ്ക്ക് അത് ഒരു അടിപൊളി ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അതായത് അത് മറ്റേ ദൈവം വന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതായത് ആ ഒരു ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ നായകൻ എങ്ങനെയാണ് ഈ ഹനുമാനുമായിട്ട് റിലേറ്റ് ചെയ്തത്, നായകൻ വർഷിപ്പ് ചെയ്യുന്ന ഹനുമാൻ, അതായത് തൻ്റെ ദൈവമായിരുന്നു. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അതാണ് മങ്കി മാൻ എന്ന് പറഞ്ഞ് വരുന്ന ഹീറോ അങ്ങനെയാണ് വരുന്നത്. ഹനുമാൻ്റെ ഒരു അവതാറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പറയാം, അവതാറായിട്ട് വന്നു എന്ന് വേണമെങ്കിലും പറയാം. മറ്റേ പവർ ഉണ്ടെന്നൊന്നും അല്ല, നായകൻ സ്വയം എടുത്ത് അവതാറാവുന്നു, സ്വയം ദൈവമാകുന്നു എന്നൊക്കെ പറയില്ല, അങ്ങനെ സാധനമാണ്. അങ്ങനെ പോകുന്ന സിനിമ. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ചെന്നപ്പം ഒരു ഫൈറ്റ് സീനുണ്ട്, ഒരു റൂമിനകത്തുള്ള കുറേ ആളുകളുമായിട്ടുള്ള ഫൈറ്റ് സീൻ. അത് ഓർഗനൈസ് ചെയ്ത് അടിപൊളിയായിട്ടാണ്. നമുക്ക് ഇത്രയും ആളുകളുണ്ട്, പക്ഷേ നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ നായകൻ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കും, പക്ഷേ ഒറ്റയ്ക്കല്ല അവിടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് നമ്മളെ ഭയങ്കരമായിട്ട് എഡ്ജ് ഓഫ് ദ സീറ്റിലേക്ക് കൊണ്ടുപോകുന്നൊരു സിനിമ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ബാബാ രാംദേവ് ആ ഒരു സാധനമൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഭയങ്കര ഇൻഡയറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിലും നമുക്ക് കാണുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു, അതായത് ആൾദൈവം അതെങ്ങനെയാണ് പൊളിറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്.
ഇവരുടെ ഒരു ഗ്രാമത്തെ എന്തിനാണ് അവർ നശിപ്പിക്കുന്നത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി നായകൻ സ്വന്തം അമ്മയെ കൊന്നതിൻ്റെ പ്രതികാരം ചെയ്യാനായിട്ട് നായകൻ വരുന്നു. അങ്ങനെ നായകൻ റിവെഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്തായാലും ഒരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഗ്രേറ്റ് ജോബ് തന്നെയാണ് ദേവ് പട്ടേൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നായകൻ അതായത് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, സ്റ്റോറി എഴുതിയിട്ടുണ്ട്, സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട്, പിന്നെ ഡയറക്റ്റിന് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഒരു എന്താണ് ദേവ് പട്ടേൽ സംഭവമാണ്. ഇപ്പം എന്നെണ്ണ പണി വെച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അങ്ങനെ ഫുൾ ബ്ലഡ് ബാത്തായിട്ട് ഇതിൻ്റെ കളർ ഗ്രേഡിങ് എടുത്ത് പറയേണ്ടതാണ്. ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ വന്നു കഴിയുമ്പം അതിൻ്റെ പോസ്റ്റർ തന്നെ അങ്ങനെയാണ്, ഒരു 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 ഫുള്ള് ഇരുട്ട് പോലെ, അതിനകത്ത് ഫുള്ള് ചുവപ്പ്, ബ്ലഡ് എന്ന് ഉദ്ദേശിച്ചാണ്. ഇത് ബ്ലഡാണ്, രക്തം കൊണ്ടൊരു കളിയാണ് ഇതിനകത്ത്, ഫുൾ ചോരമയമാണ് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് ചെല്ലുമ്പോൾ. വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു ഷോട്ടുകളും എടുക്കാനായിട്ട്, ഫൈറ്റും എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ദേവ് പട്ടേൽ. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് സിനിമ, ഒരു ഫൈറ്റ് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന, ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവർ മിസ് ചെയ്യാണ്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരിക്കും മങ്കിമാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.